സോളാർ കൺസ്യൂമേഴ്സ് ഡൊമസ്റ്റിക് വാട്സാപ്പ് സംഘടനയുടെ ഒരംഗവും ഒരു പ്രൊസ്യൂമറും അതേസമയം തന്നെ ഞാൻ ആ സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആണ് ഇന്നിവിടെ നിൽക്കുന്നത്. ഇതിനു മുമ്പ് ബഹുമാന്യരായ അംഗങ്ങൾ സംസാരിക്കുകയും അതിന് വ്യക്തത വരുത്തുകയുണ്ടായി. ഈ കമ്മീഷൻ, ഈ ബഹുമാനപ്പെട്ട കമ്മീഷനിൽ OP 34/2022 നമ്പർ കേസിന്റെ ഡിസ്പോസലിൽ ഓർഡറിൽ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ക്രോസ് മീറ്ററിംഗ് കണക്കാക്കണം എന്നുള്ള KSEBയുടെ അപേക്ഷ നിരസിച്ചിരിക്കുന്നു. രണ്ടാമത്തേത് പ്രൊസ്യൂമേഴ്സിന്റെ എക്സ്പോർട്ട് ചെയ്യുന്ന എനർജിയുടെ ചാർജ്, എനർജിയുടെ റെമ്യൂണറേഷൻ 2.44 ആക്കി കുറയ്ക്കണം എന്ന് KSEB ആവശ്യപ്പെട്ടത് കമ്മീഷൻ വിഷയം റിജക്ട് ചെയ്തു. മൂന്നാമത്തേതാണ്, ഞാനത് വായിക്കാം. KSEB Limited may, if considered necessary, file a petition before the Commission after the fulfillment of RTO targets approved by the Commission for introducing gross metering scheme and net billing or net feeding scheme in the state. The Commission may, after due examination, verify and after following the due process, take appropriate decision on the matter. 2024-25 കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള RPO എന്ന് പറയുന്നത് 40 അതായത് ടോട്ടൽ പ്രൊഡക്ഷന്റെ 40% സോളാറിൽ നിന്നും വേണം വാങ്ങിക്കുക. അങ്ങനെ വരുമ്പോൾ അഥവാ മീറ്ററിങ്ങോ അല്ലെങ്കിൽ ഗ്രോസ് മീറ്ററിങ്ങോ വരണമെന്നുണ്ടെങ്കിൽ ആ പറയുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടല്ലേ പറ്റത്തുള്ളൂ. അതിനു മുമ്പേ KSEBക്ക് ഈ പറയുന്ന നെറ്റ് ബില്ലിങ്ങോ ഗ്രോസ് മീറ്ററിങ്ങോ വേണം എന്ന് ആവശ്യപ്പെടാൻ പറ്റത്തില്ല കമ്മീഷന്റെ ഓർഡർ അനുസരിച്ച്. ആ കാര്യം എത്രത്തോളം പ്രായോഗികമായി നടക്കുന്നു എനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രൊസ്യൂമേഴ്സ് എല്ലാവരും തന്നെ നിരാശരാണ്. എന്താണ് നിരാശയുടെ കാര്യം? ഗ്രോസ് മീറ്ററിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ നെറ്റ് ബില്ലിംഗ് എന്ന ഡെമോക്രസിന്റെ വാർഡ് നമ്മുടെ തലയ്ക്ക് മേലെ നിൽക്കുകയാണ്. എപ്പോഴാണ് താഴോട്ട് വീഴുന്നത് അറിയുന്നത്. എൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ ദിവസം 2-3 പേര് സോളാർ പാനൽ വെക്കുന്നതിനെ പറ്റി ചോദിച്ചു. ഞാൻ പറഞ്ഞു, കേരളത്തിൽ ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നാളെ ഒരു സ്ഥലത്തല്ലെങ്കിൽ നാളെ ഗ്രോസ് മീറ്ററിംഗ് വന്നിരിക്കും. ഗ്രോസ് മീറ്ററിംഗ് വന്നാൽ നിങ്ങൾ ഈ മുടക്കുന്ന 2.5-3 ലക്ഷം രൂപ വേസ്റ്റ് ആവും. ഇതുകൊണ്ട് ബാങ്കിൽ ഇട്ടിട്ട് അതിന്റെ പലിശ എടുത്ത് കറണ്ട് ബില്ല് അടയ്ക്കാൻ നിങ്ങളുടെ മുതലാളിത്തം. ഇതോടൊപ്പം തന്നെ KSEBയുടെ ഭാഗത്തു നിന്നും പ്രൊസ്യൂമേഴ്സിനെ ഡിസ്കറേജ് ചെയ്യാനുള്ള ചില കാരണങ്ങൾ വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം. ഒന്ന്, ഫിക്സഡ് ചാർജ്. ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് നമ്മൾ ഒരു മാസം ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി ഏത് സ്ലാബിൽ വരുന്നു ആ സ്ലാബ് വെച്ചാണ് ഫിക്സഡ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി പ്ലസ് നമ്മൾ നമ്മുടെ വീട്ടിൽ സോളാറിൽ നിന്ന് ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി കൂടെ കൂട്ടിയാണ് ഫിക്സഡ് ചാർജ് ചെയ്യുന്നത്. അതായത് എന്റെ കാശ് മുടക്കി ഞാൻ എന്റെ വീട്ടിൽ സ്ഥാപിച്ച സോളാർ പ്ലാന്റിൽ നിന്നും ഞാൻ എന്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിക്കും ഞാൻ ഫിക്സഡ് ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അത് ന്യായമാണ്. രണ്ടാമതായി ഈ മാസം മന്ത്ലി ഷിഫ്റ്റാണ്.
അതായത് ഈ കഴിഞ്ഞ നാളുകൾ വരെ നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന ടോട്ടൽ എനർജി 0 ആകുന്നു സെപ്റ്റംബർ അത് കഴിഞ്ഞ് ഒക്ടോബർ 1 പുതിയ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. അത് മാർച്ച് 31 ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതിന് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള വളരെ സ്ട്രോങ് പ്രൊട്ടസ്റ്റ് അറിയിക്കട്ടെ. അവിടെ ഒരു ക്യാച്ച് കാരണം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഉപഭോഗം വളരെ കുറവാണ്. അതേസമയത്ത് ചൂടുള്ള മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മുടെ എല്ലാ വീടുകളിലും ഇലക്ട്രിസിറ്റി ഉപഭോഗം ഒരുപാട് കൂടുതലാണ്. ആ അഡ്വാൻറ്റേജ് ആ ഉപഭോഗം കൂടി വരുന്ന സമയത്ത് 0-ൽ നിന്നും ഇലക്ട്രിസിറ്റി ബില്ല് വീണ്ടും, അതായത് നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന ക്രെഡിറ്റിൽ കിടക്കുന്ന യൂണിറ്റ്സ് 0 ആക്കിയിട്ട് വീണ്ടും തുടങ്ങുന്നത് അംഗീകാരമാണ്. അതിൻ്റെ ഒരു ഞാനും അതിൻ്റെ ഒരു വ്യക്തിയുമാണ്. ഞാൻ അറിഞ്ഞില്ല ഇത് മാർച്ച് 1 തൊട്ട് പുതിയ 0-ൽ നിന്നും ഏപ്രിൽ 1 തൊട്ട് 0-ൽ നിന്നും തുടങ്ങുകയാണ്. ഞാനും കൊടുത്ത് ഏതാണ്ട് 450 രൂപ അഡീഷണൽ എനർജി ചാർജ്. എനിക്ക് 5 കിലോവാട്ടിന്റെ ഒരു പ്ലാനാണ് എൻ്റെ വീട്. എനിക്ക് സഫീഷ്യന്റ് ആയിട്ട് ഏതാണ്ട് 780-800 യൂണിറ്റ് എന്റെ ക്രെഡിറ്റ് കിടപ്പുണ്ടായിരുന്നു. അത് കിടക്കെ അവരതിന്റെ കാശ് എനിക്ക് തന്നിട്ടില്ല. അത് കിടക്കെയാണ് ഞാൻ ഈ അഡീഷണൽ ചാർജ് കൊടുക്കുന്നത്. അപ്പോ ആ മന്തിൽ ഷീറ്റ് സെപ്റ്റംബറിൽ മാർച്ചിൽ നിന്നും പഴയതുപോലെ സെപ്റ്റംബറിലേക്കാക്കി. അടുത്തത് എൻഹാൻസ്മെന്റ് ഓഫ് ദി എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ദ കൺസ്യൂമേഴ്സ്. നിലവിൽ 2 രൂപ 69 പൈസയ്ക്കാണ് KSEB നമ്മളിൽ നിന്ന്, അതായത് ഞങ്ങൾ കൺസ്യൂമേഴ്സിൽ നിന്ന് ഇലക്ട്രിസിറ്റി വാങ്ങുന്നത്. പക്ഷേ നിലവിലുള്ള റേറ്റ് ഓഫ് ഇൻഫ്ലേഷനും നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റും ഒക്കെ കണക്കാക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ 3 രൂപ 50 പൈസ വരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ കൺസ്യൂമേഴ്സിന്റെ എക്സ്പോർട്ട് എനർജി ചാർജസ്, എക്സ്പോർട്ട് എനർജിക്ക് KSEB-യിൽ വരുന്ന റെമ്യൂണറേഷൻ 2 രൂപ 69 പൈസയിൽ നിന്നും 3 രൂപ 50 പൈസയാക്കി വർദ്ധിപ്പിച്ച് തരണമെന്നുള്ള റിക്വസ്റ്റ് കൂടി. പിന്നെ അടുത്തത് അഡ്വക്കേറ്റിംഗ് കുറെ പ്രോ കൺസ്യൂമർ അപ്രോച്ച്. ഞാൻ മുമ്പേ പറഞ്ഞു, പലരും സോളാർ പാനൽ വെക്കാൻ നിരുത്സാഹപ്പെടുത്തി, പലരും സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വിമുഖത കാണിക്കുന്നുണ്ട്. ഈ സമയം ഞാനല്ല പറഞ്ഞത്, ഈ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഏജൻസ് അവർ തന്നെ പേഴ്സണലായിട്ട് പറഞ്ഞാണ് അവരുടെ ബിസിനസ്സിൽ ഗണ്യമായ കുറവ് വന്നിരിക്കുന്നത്. എന്താണ് കാരണം? എന്താണ്? ഞാൻ മുമ്പേ പറഞ്ഞു, റോസ് മീറ്ററിംഗ് എന്നുള്ള ഡെമോക്രസിന്റെ വാള് ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. എപ്പോഴാണ് വീഴുന്നതെന്ന് അറിയത്തില്ല. അതാണ് പ്രശ്നം. അപ്പോ അതിന് പകരം KSEB-യിൽ നിന്നും കൺസ്യൂമേഴ്സിന് അനുകൂലമായ നിലപാടുകൾ, അനുകൂലമായ കൂടുതൽ ആളുകൾ സോളാർ എനർജിയിലേക്ക് പോകാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത നിർദ്ദേശം. ഇത് വേറൊരു ചെറിയ നിർദ്ദേശങ്ങളുണ്ട്. പലപ്പോഴും കമ്മീഷൻ സൗകര്യത്തിന് വേണ്ടി ആയിരിക്കാം തിരുവനന്തപുരം മുതലായ എറണാകുളം മുതലായ സ്ഥലങ്ങളിലെ സിറ്റിംഗ് നടത്താറുള്ളത്. ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട കാസർഗോഡ്, കണ്ണൂര് മുതലായ സ്ഥലങ്ങളിൽ നിന്നുമുള്ള ഉപഭോക്താക്കൾ പരാതി പറഞ്ഞു. അവർക്ക് അവിടെ നിന്ന് ഇവിടെ വരണമെങ്കിൽ തന്നെ ഏതാണ്ട് 1 ദിവസത്തെ യാത്രയുണ്ട്. അതുകൊണ്ട് അത് കമ്മീഷനോടുള്ള റിക്വസ്റ്റാണ്. ഹിയറിംഗ് ആ പ്രദേശത്ത് നടത്തുവാൻ വേണ്ട നടപടികൾ ഞങ്ങളുടെ
പലപ്പോഴും അതിനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് അതൊക്കെ മിക്കവാറും എല്ലാവരും പ്രായമായവരാണ്. ഇതിൻ്റെ ഓൺലൈൻ പ്രോസസ്സ് നമുക്കത്ര പിടിയില്ല. ഒന്ന് രണ്ട്, ഓൺലൈനിൽ ഒരു കാര്യം പ്രസന്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ബലവും ശബ്ദവും നേരിട്ട് പറയുന്നത് അല്ല. ശരിയാണ്, ഞാൻ ഓൺലൈനിലാണ് ഇപ്പോൾ പലപ്പോഴും ഹൈക്കോടതി തന്നെ ഓൺലൈനിലാണ്. ശരിയാണ്. ഓരോ കമ്മീഷൻ സാമൂഹിക ശ്രദ്ധിക്കുന്നുണ്ട്. അതെല്ലാം പരിഗണിക്കും. വിപുലമായ വിഷയങ്ങൾ വരുന്ന ഏരിയകളിൽ കഴിഞ്ഞ വർഷവും ഞങ്ങൾ പാലക്കാട്, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് തുടങ്ങി 14 ജില്ലയിൽ നടത്തുന്ന നാട്ടുകളില്ലാത്ത ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതുപോലുള്ള ഇഷ്യൂ വരുമ്പോൾ ജില്ലയിലേക്ക് ചേർന്ന കൂടുതൽ പാർട്ടിസിപ്പേഷൻ വേണ്ടിയിട്ട് 4 ഏരിയകളാണ്. പിന്നെ അത് പറ്റാത്തത് ഇവിടെ ഓൺലൈൻ അറേഞ്ച് ചെയ്യുന്നത് ഇവിടെയുള്ള അല്ലെങ്കിൽ ഓൺലൈൻ ഹൈബ്രിഡായിട്ട് ചെയ്യുന്നത്. പിന്നെ അവസാനത്തെ ലാസ്റ്റ് പോയിന്റ് വീലിങ്ങിനെ കുറിച്ചാണ്. വീലിങ്ങിനെ ഇപ്പോഴും വീലിംഗ് എന്ന് പറഞ്ഞാൽ അറിയാം, പലർക്കും അറിയില്ല എന്നെനിക്ക് തോന്നുന്നു. അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സസ് എനർജി നമുക്ക് നമ്മുടെ തന്നെ പേരിലുള്ള വേറെ ഏതെങ്കിലും ഒരു കണക്ഷനിലോട്ട് മാറ്റിയിട്ട് ഇത് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി അവിടുത്തെ എനർജി മന്ത്ലി കൺസംഷൻ അല്ലെ ബൈ മന്ത്ലി കൺസംഷൻ കുറച്ച് കൊടുക്കും. അതിന്റെ ആ പ്രോസസ്സിനെയാണ് വീലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ വീലിംഗിൽ ഏതാണ്ട് 5% ചുമത്തുകയും അതോടൊപ്പം തന്നെ അതില് ക്ലാരിറ്റിയും കുറവാണ് എന്ന് മാന്യ മെമ്പേഴ്സ് പരാതിപ്പെട്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കമ്മീഷന്റെ മുൻപാകെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ സംഘടനയ്ക്കുള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. May I submit my representation for the secretary? അദ്ദേഹം ഇതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് സെക്രട്ടറി ഉണ്ടാക്കിയാണ്. വാട്സാപ്പ് ഇതിലൂടെ സെക്രട്ടറി ഉണ്ടാക്കിയ ആൾ തന്നെയാണ് പറയുന്നത് ഓൺലൈനിൽ വരിക. ആവശ്യമില്ല അതൊരു കാര്യം പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ